ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന അതിനിർണായകമായ അമേരിക്ക ഇറാൻ ആണവ ചർച്ച നടക്കാൻ അധിക സമയം ബാക്കിയില്ല. ഒരു സമാധാനത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഗൾഫ് രാജ്യങ്ങൾ വിലയിരുത്തിയിരുന്നത് എങ്കിൽ ആ ധാരണകൾ തെറ്റിച്ചുകൊണ്ട് ഈ ചർച്ച അലസിപ്പിരിഞ്ഞാൽ പിന്നൊരു മഹായുദ്ധത്തിന് തുടക്കമാകുമെന്ന സൂചനകൾ നൽകി അമേരിക്ക പ്രാഥമികമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 8 രാജ്യങ്ങളിലായി, മിഡിൽ ഈസ്റ്റിലെ 8 രാജ്യങ്ങളിലായി 40,000-ത്തിലധികം സൈനികരും 100 കണക്കിന് യുദ്ധവിമാനങ്ങളും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി നിരവധി പടക്കപ്പലുകളും സജ്ജമാക്കിയ ശേഷമാണ് അമേരിക്ക ഈ ചർച്ചയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അതിവിശ്വസ്തനായ സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ള അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇറാൻ്റെ പ്രതിനിധിയായി എത്തുന്നത് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ്. അബ്ബാസ് അരാങ്ചി നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ മറുപടികളും വെല്ലുവിളികളും താക്കീതുകളും നൽകിയിട്ടുള്ള ഇറാൻ്റെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ച അലസിപ്പിരിഞ്ഞാൽ ഉടൻ തന്നെ യുദ്ധം നടക്കും എന്നൊരു ഭീതി സൃഷ്ടിച്ച് ഇറാനെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്ന നിലയിലാണ് അമേരിക്ക ഈ ചർച്ചയെ സമീപിക്കുന്നത്. അതായത് തുടക്കത്തിൽ തന്നെ നിരവധി ആശയക്കുഴപ്പങ്ങൾ ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായിരുന്നു. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തെ ചൊല്ലി വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ഇറാനാണ്. കാരണം തുർക്കിയിൽ വെച്ച് യോഗം തീരുമാനിച്ച അമേരിക്ക ഒടുവിൽ ഇറാൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ യോഗം ഒമാനിലെ മസ്കറ്റിലേക്ക് മാറ്റുകയായിരുന്നു. അത് ഇറാൻ്റെ പ്രാഥമിക വിജയമാണ്. എന്ന് മാത്രമല്ല, ഇറാൻ പറയുന്നത് ആണവ വിഷയത്തിന്മേലുള്ള ചർച്ച മാത്രമേ നടക്കൂ. പ്രോക്സി ഗ്രൂപ്പുകളെക്കുറിച്ചോ പശ്ചിമേഷ്യയിലെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചോ ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി ഇറാൻ്റെ പോളിസികളടക്കമുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ചയ്ക്കില്ല, അതിലൊന്നും അമേരിക്ക ഇടപെടേണ്ട, അത് ഞങ്ങളുടെ പരമാധികാരത്തിൻ്റെ ഭാഗമാണെന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്ക പറയുന്നത് ഇറാൻ്റെ ആയുധ ശേഖരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വേണം, ആണവ പരീക്ഷണം 3 വർഷത്തേക്ക് നിർത്തിവെക്കണം തുടങ്ങി കർശനമായ നിർദ്ദേശങ്ങളാണ് മറുവശത്ത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് രണ്ടും ചേരുന്നൊരു പോയിന്റിൽ ഒരു സമവായത്തിലൂടെ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ സ്വാഗതാർഹമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആണവ കരാർ ഉണ്ടാക്കി 2 കൂട്ടരെയും കൊണ്ട് ഒപ്പിടുവിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി പരിഹരിക്കാനാണ് അറബ് രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ആദ്യം തന്നെ വളരെ അഗ്രസീവായ ഒരു സ്റ്റാൻഡിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നിരവധി വീഡിയോകൾ അമേരിക്ക പുറത്തുവിട്ടു. യുദ്ധസന്നാഹങ്ങൾ അല്ലെങ്കിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന അതിലുള്ള ഫൈറ്റർ ജെറ്റുകൾ, സൈനികർ തുടങ്ങിയവരുടെ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിലൂടെ നൽകുന്നൊരു സന്ദേശം, നിങ്ങൾ ഡ്രോൺ വെച്ച് ഞങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ പകർത്തിയെടുത്തു, ഞങ്ങളുടെ കപ്പലിൻ്റെ ചിത്രമെടുത്തു, അതിൽ യുദ്ധസന്നാഹങ്ങളുടെ വീഡിയോകൾ പകർത്തി, ഇതൊക്കെ നിങ്ങൾ ശേഖരിച്ചു. അപ്പോൾ പിന്നെ ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, ഞങ്ങളത് അങ്ങനെ പുറത്ത് വിടുകയാണ്, ഇനി ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല, ഇതാണ് ഞങ്ങളുടെ സന്നാഹം, ഇതുമായി ഞങ്ങൾ നിങ്ങൾക്ക് നേരെ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഈ കപ്പൽ ഇറാൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് അമേരിക്ക പുറത്തുവിട്ടത്. എന്ന് മാത്രമല്ല 40,000-ത്തോളം സൈനികരെ അമേരിക്ക പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. 8 രാജ്യങ്ങളിലായി യുദ്ധസന്നാഹങ്ങൾ, അതായത് പ്രധാനമായും ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അതുപോലെ അറബിക്കടലിലേക്ക് പുതിയ യുദ്ധക്കപ്പലുകളും എത്തിച്ചിരിക്കുന്നു. കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അമേരിക്കയുടെ ഭാഗമായി തയ്യാറാക്കപ്പെടുന്നു. മിസൈൽ വേധ സംവിധാനങ്ങൾ, അതായത് ഡിസ്ട്രോയറുകൾ എന്ന് പറയുന്ന ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ വന്നാൽ അത് ആകാശത്ത് വെച്ച് തന്നെ തരിപ്പണമാക്കുന്ന തരത്തിലുള്ള മിസൈൽ വേധ സംവിധാനങ്ങൾ, ഡിസ്ട്രോയറുകൾ, അതുപോലെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ ഫൈറ്റർ ജെറ്റുകളിൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന ഭീമാകാരന്മാരായിട്ടുള്ള പടുകൂറ്റൻ വിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വിമാനങ്ങളൊക്കെ അമേരിക്ക സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത് കുറച്ചധികം സമയത്തേക്ക്, കുറച്ചധികം കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് അതിനുവേണ്ട എല്ലാ സന്നാഹങ്ങളും അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നു. ഇതിലൂടെ
ഇറാന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഈ ചർച്ചയിൽ, ഈ നടക്കാൻ പോകുന്ന ചർച്ചയിൽ അമേരിക്ക പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച്, അമേരിക്ക പറയുന്നതനുസരിച്ച് ട്രംപിൻ്റെ ഇംഗിതങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഒപ്പുവെച്ച് തിരിച്ചു പോകാതെ മറ്റൊരു മാർഗവും ഇറാനില്ല. അല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ, അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കാനാണ് ഭാവമെങ്കിൽ, അമേരിക്കയ്ക്കെതിരെ നീങ്ങാനാണ് ഭാവമെങ്കിൽ, ആണവ പരീക്ഷണം നിർത്തിവെക്കാതിരിക്കുകയാണ് എങ്കിൽ ശക്തമായിട്ടുള്ള യുദ്ധം തന്നെയായിരിക്കും ഉണ്ടാവുക. വെറും തിരിച്ചടി എന്നല്ല, യുദ്ധമായിരിക്കും ഉണ്ടാവുക എന്ന് അമേരിക്ക വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ്. ഇറാനിലേക്ക് ആക്രമണം നടത്താനായി ഇസ്രായേലും അതേസമയം തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൻ്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറി 23-ലധികം പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി ഇന്നലെ രാത്രി. അതിന് പിന്നാലെ ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത ലെബനനിലേക്ക് ഇസ്രായേൽ രാസായുധം പ്രയോഗിച്ചു എന്ന വാർത്തയാണ്. അതായത് അവിടുത്തെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്കുണ്ടായി. അതിലൂടെ അവിടുത്തെ ഗ്രാമങ്ങളിലെ മുഴുവൻ കൃഷിയും നശിച്ചു പോയി. അതായത് അവിടങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ ആളുകൾ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്, ആയുധ പരിശീലനം നടത്തുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ നൽകുന്ന വിവരം. അതായത് ഇസ്രായേലും ഈ പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കുന്നു, ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരിടക്കാലത്ത് നിശബ്ദമായിരുന്ന അല്ലെങ്കിൽ സമാധാനം എന്ന രീതിയിൽ വലിയ ആക്രമണങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് ഇപ്പോൾ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലും അമേരിക്കയും കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഇറാൻ പറയുന്ന കാര്യം, നിങ്ങൾ എന്ത് യുദ്ധം നടത്തിയാലും ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. നിങ്ങളെ ചാമ്പലാക്കാൻ പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ്. അത് തെളിയിക്കുന്ന വിധത്തിൽ ഇറാൻ സ്റ്റേറ്റ് TV ചില പുതിയ വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഇറാൻ്റെ മിസൈൽ നഗരങ്ങളെക്കുറിച്ചാണ്. അതായത് ഭൂമിക്കടിയിലുള്ള മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വലിയ പ്രദേശങ്ങളുടെ വീഡിയോയാണ് ഇപ്പോൾ ഇറാനിയൻ TV പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അന്തരീക്ഷത്തിൽ വന്ന് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അത് മുഴുവൻ തകർക്കാനുള്ള സന്നാഹങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈലുകളാണ് ഞങ്ങളുടെ പക്കലുള്ളത്. അതും ബാലിസ്റ്റിക് മിസൈൽ, ലോങ് റേഞ്ച് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ മിസൈലുകൾ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും റേഞ്ചുള്ള മിസൈലുകളാണ്. അതുകൊണ്ട് തന്നെ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. അതായത് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറാനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് എല്ലാം ചാമ്പലാക്കാൻ തയ്യാറാണ് എന്ന മറുപടിയാണ് വീഡിയോകളിലൂടെ, നിലപാടുകളിലൂടെ ഇറാനും നൽകുന്നത്. അതായത് ഒരു തരത്തിലും അമേരിക്കയുമായി ഒരു കോംപ്രമൈസ് ഇല്ല, അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല, അമേരിക്ക പറയുന്നത് അങ്ങനെ അനുസരിക്കാനും കഴിയില്ല. ആണവ വിഷയത്തിൽ മാത്രം ചർച്ച, അതും ആണവോർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ പോകില്ല. ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പു തരാം, പക്ഷേ അതിനപ്പുറം മറ്റൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഇറാനും പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇപ്പോൾ അമേരിക്ക ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം എന്ന് പറയുന്നത് ഈ വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ്. വെനസ്വേലയ്ക്ക് കുറേ മുന്നറിയിപ്പുകൾ അമേരിക്ക കൊടുത്തു, ട്രംപ് കൊടുത്തു. അതിലൊന്നും വെനസ്വേലൻ പ്രസിഡന്റ് വീഴുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്തു? ഇദ്ദേഹം ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം 1 മാസത്തോളം അമേരിക്കയുടെ പടക്കപ്പലുകൾ വെനസ്വേലയ്ക്ക് സമീപം കിടന്നു. ഏതാണ്ട് 15,000-ഓളം സൈനികരെ അവിടെ ഡിപ്ലോയ് ചെയ്തു. അതിനൊടുവിലാണ് വെനസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് മഡൂറോയെ ഒരു ദിവസം തട്ടിയെടുത്തുകൊണ്ട് പോരുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇറാൻ ഉണ്ടാകുമെന്ന ഭീതി ജനിപ്പിക്കാനാണ് അമേരിക്ക സമാനമായ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇറാൻ ഭയക്കുന്നില്ല. ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മട്ടിൽ തന്നെ ശക്തമായ നിലപാടുമായി അമേരിക്ക നിൽക്കുന്നു. പശ്ചിമേഷ്യ നിറയെ പോർവിമാനങ്ങളുമായി ട്രംപ് എന്തിനും തയ്യാറായി നിൽക്കുമ്പോൾ അതിനെയെല്ലാം ചാമ്പലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാനും സജ്ജമാകുമ്പോൾ ഒരു യുദ്ധഭീതി, ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം പശ്ചിമേഷ്യയിൽ ശക്തമാവുകയാണ്. ചർച്ച അലസിയാൽ എന്തും സംഭവിക്കാവുന്ന ഭീതി നിറയുകയാണ് പശ്ചിമേഷ്യയിൽ.